വേദിയിലുണ്ടായിരുന്ന എത്രയും സ്നേഹം നിറഞ്ഞവരെ, ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്നിവിടെ വന്നിട്ടുള്ള എൻ്റെ ഓരോ കൂട്ടുകാർക്കും ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം ഈ കാലത്ത് എല്ലാവരും സ്വന്തം കാര്യം മാത്രം നോക്കി ഓടി നടക്കുമ്പോൾ, നേരമില്ലാത്ത ഈ കാലത്ത് നിങ്ങൾ ഇത്രയും പേർ ഇവിടെ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുവാൻ വന്നിട്ടുള്ള ഓരോരുത്തരും തികഞ്ഞ മനുഷ്യ സ്നേഹികളാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 812 കിലോമീറ്റർ ഓടിക്കൊണ്ട് ഏകദേശം 600ഓളം സെന്ററുകളിൽ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തിക്കൊണ്ട് ഇവിടെ എത്തി 812 കിലോമീറ്റർ രക്തം നൽകൂ, ജീവൻ രക്ഷിക്കൂ എന്ന സന്ദേശവുമായി ഓടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ മലയാളി എന്ന നിലയ്ക്ക് എനിക്ക് അഭിമാനമുണ്ട്. അത് സാധിച്ചു തന്നതിന്, ആരോഗ്യം തന്നതിന്, മനസ്സ് തന്നതിന് ദൈവത്തോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ എല്ലാ മലയാളികളും, ഞാൻ ഓടുമ്പോൾ കൂടെ ലക്ഷക്കണക്കിന് കുട്ടികൾ, മുതിർന്നവർ, സ്ത്രീകൾ, 92 വയസ്സുള്ള ഒരു സ്ത്രീ വരെ എൻ്റെ കൂടെ ഓടുകയുണ്ടായി. എല്ലാവരോടും, കൂടെ ഓടിയ എല്ലാവരോടും, മനസ്സുകൊണ്ട് അനുഗ്രഹിച്ച എല്ലാവരോടും, ലക്ഷക്കണക്കിന് രക്തം നൽകാൻ തയ്യാറായ രക്തദാതാക്കളോടൊക്കെ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഞാൻ ഓടുമ്പോൾ അധികം പേര് എന്നോട് ചോദിച്ച ഒരു ചോദ്യം, പല പല ചോദ്യങ്ങളിൽ ഒരു പ്രധാന ചോദ്യമാണ്, അതിവിടെ ഓപ്പണായിട്ട് അതിന് മറുപടി പറയാം. പലർക്കും പല സംശയങ്ങളുണ്ട്. ഈ ഓട്ടം കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുമോ എന്നാണ് അധികം പേരും ചോദിക്കുന്നത്. ഈ സമയമായതുകൊണ്ടായിരിക്കാം. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു ഉദ്ദേശമില്ല. ഒരു മന്ത്രിസ്ഥാനം കിട്ടിയാൽ പോലും താല്പര്യമില്ല. അതൊക്കെ വലിയ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുള്ള പണിയാ, എന്നെ കൊണ്ട് സാധ്യമല്ല. പിന്നെ സിനിമയിൽ അഭിനയിക്കാൻ ഉദ്ദേശമുണ്ടോ? സ്വന്തം സിനിമയിൽ വരെ അഭിനയിച്ചിട്ടില്ല. ഒരുവിധം എല്ലാ സിനിമയും കാണും. സിനിമ ഇഷ്ടമാണ്, പക്ഷെ അഭിനയിക്കാൻ ഇഷ്ടമില്ല. പിന്നെ ഈ ഓട്ടത്തിൽ സംഭാവന സ്വീകരിക്കുന്നുണ്ടോ? പലരും 500, 1000 ഒക്കെ ഓടുമ്പോൾ എൻ്റെ കയ്യിൽ കൊണ്ടു തരൂ. ഞാൻ പറയും, 1 രൂപ പോലും സംഭാവന സ്വീകരിക്കുന്നില്ല. ഞാൻ വാങ്ങാൻ വന്നവനല്ല, കൊടുക്കാൻ വേണ്ടി വന്നവനാണ്. പിന്നെ ചോദിക്കുന്നത് ജാതി, മതം, രാഷ്ട്രീയ. ജാതി ഒരു ജാതിയേ ഉള്ളൂ, മനുഷ്യജാതി. മതം സ്നേഹമതം, കക്ഷി രാഷ്ട്രീയമില്ല. എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്. പിന്നെ എന്താണ് ഈ ഓട്ടത്തിന്റെ ഉദ്ദേശം? ഈ ഭൂമിയിലുള്ള കുറച്ചു കാലം നമുക്ക് എല്ലാവർക്കും സന്തോഷത്തിൽ, സമാധാനത്തിൽ ജീവിക്കാം. ഈ ബ്ലഡ് ബാങ്കിന് വേണ്ടി ഒരുമിച്ച് വർക്ക് ചെയ്യാം. നമ്മളെല്ലാ മലയാളികളും കൂടെ കേരളം ലോകത്തിന് മാതൃകയായിക്കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയൊരു ബ്ലഡ് ബാങ്ക് സ്ഥാപിക്കാം. രക്തം കിട്ടാതെ ആരും മരിക്കരുത്. ഏതു നേരത്തും സൗജന്യമായി എപ്പോഴും ആർക്കും രക്തം ലഭിക്കണം. അതാണ് ഉദ്ദേശം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ആരോഗ്യം, സമ്പത്ത്, ജീവിതം, ആയുസ് ഇതൊക്കെ ദൈവം ദാനമായി തന്നതാണ്. ഇതൊന്നും നമ്മുടെ കഴിവല്ല. അതുകൊണ്ട് ആ ദാനമായി തന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട്, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി, മാത്രമല്ല നമ്മളത് ചെയ്യുമ്പോൾ നമുക്കും ഒരിക്കലും മടുക്കാത്ത സ്നേഹം അനുഭവപ്പെടുന്നു എന്നതാണ് എനിക്ക് പറയാനുള്ളത്. I can say I am the happiest person in the world. ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷവാനാണ്. ഞാനൊരു ബിസിനസ്മാൻ ആയതുകൊണ്ടോ എല്ലാ ജീവിത സുഖ സൗകര്യങ്ങൾ ലഭിച്ചത് കൊണ്ടൊന്നുമല്ല. ഇതെല്ലാം മടുത്തപ്പോൾ, ഇനി മടുക്കാത്ത ജീവിതം എന്തുണ്ടെന്ന് അന്വേഷിച്ചിറങ്ങിയപ്പോൾ മദർ തെരേസയുടെ പുസ്തകം വായിക്കുവാനും അതിൽ നിന്ന് ലഭിച്ച സന്ദേശം, മനുഷ്യർക്ക് എന്തൊക്കെ ലഭിച്ചാലും മടുത്തു പോകുമെന്നും പലതും ലഭിക്കാത്തത് കൊണ്ടാണ് മടുക്കാത്തത്. 5 കിട്ടുകിൽ 10, 10 കിട്ടുകിൽ 20, അങ്ങനെ നമ്മളൊക്കെ അത്യാഗ്രഹികളാണ്. എന്നാൽ മടുക്കാത്തതായിട്ട് ഒന്ന് മാത്രമേ ഉള്ളൂ, അത് സ്നേഹമാണ്. The real pure love.
തെരുവിൽ കിടക്കുന്ന അനാഥരെ ഏറ്റെടുത്തുകൊണ്ട് മരുന്നും ഭക്ഷണവും നൽകി ചെമ്മണ്ണൂർ ലൈഫ് മിഷൻ ഹോമുകളിൽ പോറ്റാൻ തുടങ്ങിയപ്പോൾ, പാവങ്ങളെ സഹായിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഇന്ന് വരെ മടുക്കാത്ത ആ സ്നേഹം അനുഭവപ്പെട്ടത്. എൻ്റെ ജീവിതത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചു. കോളേജിൽ പഠിക്കുമ്പോൾ ഫ്രണ്ട്സ് പറഞ്ഞു, ബോബി സിഗരറ്റ് വലിച്ചാൽ ശരിയാകും, ഈ നിരാശയൊക്കെ മാറും. സിഗരറ്റ് വലിച്ചു നോക്കി. അപ്പൊ പറഞ്ഞു 2 എണ്ണം അടിച്ചാൽ ശരിയാവും, കള്ളൊടിച്ചാൽ ശരിയാവും എന്ന് പറഞ്ഞു. അതും നോക്കി, താൽക്കാലിക സുഖം, പക്ഷെ ഒരു പൂർണ്ണ സുഖം കിട്ടുന്നില്ല. അപ്പൊ പറഞ്ഞു ഗേൾ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പരമ സുഖമാണ് എന്ന്. അപ്പോ ആ പരിപാടി നോക്കി, അത് തെറ്റില്ലാത്തൊരു പരിപാടിയാണ്. എങ്കിലും അതുകൊണ്ട് ഒരു പൂർണ്ണ ജീവിതം, ലൈഫ് ഈസ് നോട്ട് കംപ്ലീറ്റ്, എല്ലാം താൽക്കാലിക സുഖമാണ്. അപ്പൊ അമ്മ പറഞ്ഞു, മോനെ ഈ പ്രായത്തിന്റെ കല്യാണം കഴിച്ച് പിള്ളേരൊക്കെ ആവുമ്പോൾ ശരിയാവും എന്ന് പറഞ്ഞു. അപ്പൊ ഒരു കല്യാണം കഴിച്ചു, ഒരു ഭാര്യയുണ്ട്, ഒരു മകളുണ്ട്, ജീവിതം സുഖകരമായിട്ട് പോകുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും എൻ്റെ ഒരു കംപ്ലീഷൻ ഓഫ് ലൈഫ് ആകുന്നില്ല എന്നൊരു തോന്നൽ. അപ്പോഴാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്ക് വരുവാനും ഇന്ന് വരെ മടുക്കാത്ത സ്നേഹം അനുഭവപ്പെട്ടത്. രണ്ടാമത്തെ കാര്യം, why I am the happiest person, the second reason is, ഒരറിവാണ്, ഒരു തിരിച്ചറിവാണ്. നമ്മളൊന്നും ഈ സമ്പത്തിന്റെ അവകാശികളല്ല. നമ്മൾ ജനിച്ചപ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെയുള്ള പ്രകൃതിയും സമ്പത്തും കൃഷിയും എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ മരിച്ചു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല. വി ആർ ജസ്റ്റ് കസ്റ്റോഡിയൻസ്, വെറും സൂക്ഷിപ്പുകാർ മാത്രമാണ്. അപ്പോ ആ അഹങ്കാരം അങ്ങോട്ട് ഇല്ലാണ്ടായി. ആദ്യം എൻ്റെ സമ്പത്ത്, എൻ്റെ സ്വർണം എന്നൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. ഈ അറിവ് വന്നപ്പോ അഹങ്കാരം പോയി. 1000 രൂപയുള്ളവനും 1000 കോടി രൂപയുള്ളവനും ഒക്കെ ഒരു കാഷ്യറെ പോലെ എണ്ണിക്കൊണ്ടിരിക്കുന്നു. പോകാൻ നേരത്തെല്ലാം താഴെ വെച്ചിട്ട് വേണം പോകാൻ. ഏത് കോടീശ്വരനും 3 നേരം മാത്രമാണ് ഭക്ഷിക്കുക, 4 നേരം കഴിച്ചാൽ ആരോഗ്യം കേടാകും. എന്നതുകൊണ്ട് പണിയെടുക്കണ്ടെന്നോ കാശുണ്ടാക്കണ്ടെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ ഇത് കഴിഞ്ഞാൽ സ്വർണ്ണ കച്ചവടത്തിന് പോകും, അത് വേറെ കാര്യം. പക്ഷേ സമ്പത്തിന് വേണ്ടി മനുഷ്യൻ കൊലപാതകം മുതൽ എന്തും ചെയ്തുകൊണ്ട് ഓടി നടക്കുകയാണ്. എന്നാലോ സമ്പത്ത് എത്തിപ്പിടിക്കാൻ സാധിക്കാതെ നിരാശരായിക്കൊണ്ട് മരണം വരെ ജീവിക്കാൻ മറന്നുകൊണ്ട് സ്നേഹം എന്തെന്ന് അറിയാത്തത് ജീവിച്ച് ഒരു ഒരു മെഷീൻ പോലെ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇതുപോലെയുള്ള അറിവിൽ കൂടിയാണ് ഞാൻ ഇന്ന് ഏറ്റവും വലിയ സന്തോഷവാനായിട്ട് ജീവിക്കുന്നത്. ഇന്ന് ലോകത്ത് സമാധാനം കുറഞ്ഞു വരികയാണ്, കലാപം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്, കോപം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം സ്നേഹം വറ്റിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഒരു സെക്കൻഡ് ഒന്ന് എണീറ്റ് നിൽക്കാമോ? എല്ലാവരും ഒരു സെക്കൻഡ് എണീറ്റ് നിൽക്കാമോ? ഒന്ന് ചിരിച്ച് കൈയടിക്കാമോ? ശക്തമായിട്ടൊന്ന് ചിരിച്ച് കൈയടിച്ച്. ഇപ്പൊ എന്തൊരു ഭംഗിയെ കാണാൻ ചിരിക്കുമ്പോ. ദൈവം ദാനമായി തന്നതാണ് ചിരി. ചിരിച്ചതൊരു രോഗമായി, ഇതൊരു പകർച്ചവ്യാധിയായിക്കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ സ്നേഹം നിറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ വിജയിക്കുന്നതായിട്ട് കാണാം. എന്നാലോ ഹൃദയത്തിൽ കോപം നിറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ പരാജയപ്പെടുന്നതായിട്ട് കാണാം. നിങ്ങൾ ഏത് ജാതിയിൽപ്പെട്ടവരായാലും, ഏത് മതത്തിൽപ്പെട്ടവരായാലും, ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരായാലും ഒരു പരസ്പരം ചിരിച്ചുകൊണ്ടൊരു ഷെയ്ക്കൻഡ് കൊടുക്കാവോ? സഹോദര സഹോദരി, ഐ ലവ് യു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഷെയ്ക്കൻഡ് പരസ്പരം കൊടുക്കാവോ? ഒരു ഷെയ്ക്കൻഡ് പരസ്പരം ഒരു ഷെയ്ക്കൻഡ് കൊടുത്തപ്പോഴേക്കും ഇത്രയും വലിയ ബോംബ് പൊട്ടി. അതാണ് പറഞ്ഞ് പോസിറ്റീവ് എനർജി. ജീവിതം ഇവിടെ തന്നെ എത്ര മനോഹരം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ മുദ്രാവാക്യം conquer the world with love. സ്നേഹം കൊണ്ട് ലോകം കീഴടക്കുക. I love you everybody.